ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ ബി.ജെ.പി. ഇനി ആരെയായിരിക്കും മുഖ്യമന്ത്രിയാക്കുക ഡൽഹിയിൽ എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. പർവേഷ് വർമ്മ ഡൽഹി മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൂടുന്നു. രാജ്നിവാസിൽ എത്തി ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒപ്പം മുൻ മന്ത്രി കൈലാഷ് ഗെലോട്ടും രാജ്നിവാസിൽ എത്തിയിട്ട് ബി.ജെ.പി. എം.എൽ.എമാരുമായിട്ട് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിനായി പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുമോ? സാനു കെ സജീവ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. കേന്ദ്ര നേതൃത്വം അത്തരത്തിലുള്ള ഒരു ശ്രമമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സാനു കെ സജീവ്. 27 വർഷത്തിന് ശേഷം ഡൽഹിയിലെ ബി.ജെ.പി. അധികാരത്തിലേറുന്ന ചടങ്ങ്, സത്യപ്രതിജ്ഞ ചടങ്ങ് ഗംഭീരമായിട്ട് നടത്താനുള്ള തിരക്കിട്ട നടപടികളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ബി.ജെ.പി. ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് ബി.ജെ.പി. നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കേജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയുടെ പേരാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു പേര്. അതേപോലെ തന്നെ ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര ഗുപ്തയും അതേപോലെ വനിതാ നേതാവായ ശിഖ റായിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് നിലവിൽ ബി.ജെ.പി. 22ഓളം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ടെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ശിഖ റായിനെ പരിഗണിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ബി.ജെ.പിയിൽ അവസാന വനിതാ മുഖ്യമന്ത്രിയായിരുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ സിന്ധ്യയാണ്. അതിനുശേഷം ഇങ്ങോട്ട് ബി.ജെ.പിയിൽ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു വനിതാ നേതാവിന് ടിക്കറ്റ് കൊടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേര് പർവേഷ് വർമ്മയുടെ തന്നെയാണ്.